ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തര കർമ്മത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. പൂർവികരുടെ ചൈതന്യത്തിൽ ഒരു പുതിയ മഠം സ്ഥാപിക്കണം എന്നുള്ള അവളുടെ തീക്ഷ്ണമായിട്ടുള്ള ആ ആഗ്രഹത്തെ, അമ്മ ത്രേസ്യയുടെ തീക്ഷ്ണമായുള്ള ആഗ്രഹത്തെ, ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നാലും അവൾ അതിനെ മാറ്റുവാനായിട്ട് തയ്യാറായില്ല. ആഗ്രഹവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അവളോട് കൂടി നിന്ന ഒത്തിരി പേര് പിരിഞ്ഞു പോയി. എന്നാൽ പലരും അവൾക്ക് വളരെ വലിയ സഹായമായിട്ട്, വളരെ സ്വാധീനമുള്ള ആളുകൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ അവൾക്ക് സഹായമായിട്ട് വന്ന അധികാരികൾ അവളിൽ നിന്നും പുറംതിരിഞ്ഞു നിന്നു. പ്രത്യേകമായിട്ട് പ്രൊഫഷണലച്ചൻ, അദ്ദേഹം എല്ലാവിധ സഹായങ്ങളും അവൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. റോമിലേക്ക് എഴുതാമെന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ സഹായ വാഗ്ദാനങ്ങളെ പിൻവലിച്ചു. റോമിലേക്ക് എഴുതാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ അതിനെ ഒരു രീതിയിലും അദ്ദേഹം സഹായിക്കുവാനായിട്ട് തയ്യാറായില്ല. ഏതായാലും തൻ്റെ കൂടെ നിന്നിരുന്നവർ, തനിക്ക് ഏറ്റവും അത്യാവശ്യം തൻ്റെ സഹായം വേണ്ടവരെല്ലാം പിരിഞ്ഞെങ്കിലും അവളുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോയില്ല. കാരണം ഇത് ദൈവേഷ്ടമാണ്, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള അടിയുറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആ പ്രവർത്തന ശൈലിയിൽ ഒരു മാറ്റം വരുത്തി. അന്ന് വരെ ഇൻകാർണേഷൻ മഠത്തിൻ്റെ ആ കാഴ്ചമുറിയിലിരുന്ന് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്തിരുന്നു. പുറത്തുള്ള ചില മഹിളകളെല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ മുന്നോട്ടങ്ങോട്ട് പോയപ്പോൾ അവരൊരു രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചു. അവൾ ഏറ്റവും അധികം സഹായിച്ച ആ ഡൊമിനിക്കൻ വൈദികർ പീറ്റർ എബനേസർ, അതുപോലെ തന്നെ അവൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആ സ്ത്രീ ഡോണ ഗുമോറ, ഇവരുമായിട്ട് മാത്രം ഒതുങ്ങി അവളുടെ ആ സംഭാഷണങ്ങളെല്ലാം. പിന്നെ അവളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒന്ന് രണ്ടുപേരും മാത്രം, മറ്റുള്ളവരിൽ നിന്നെല്ലാം പയ്യെ അവൾ അകന്നു നിന്നു. അങ്ങനെ അതിന് രഹസ്യാത്മകത അവൾ കാത്തു സൂക്ഷിച്ചു. ഡൊമിനിക്കൻ വൈദികനായ പീറ്റർ എബനേസർ റോമിലേക്ക് എഴുതാനുള്ള കത്തുകളെല്ലാം തയ്യാറാക്കി. പക്ഷേ അനുവാദത്തിനായിട്ട് അവർക്ക് നൽകിയത്, ആ കത്തുകളിലെല്ലാം ഒപ്പുവെച്ചത് ഡോണ ഗുമോറയായിരുന്നു. അവള് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് കർമ്മല മഠത്തിൻ്റെ ഒരു വലിയ സഹായിയാണെന്നും ഇങ്ങനെയൊരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്നെല്ലാം പറഞ്ഞ് പരിശുദ്ധ പിതാവിന് കത്തെഴുതി. ഏതായാലും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവിൽ നിന്നും മറുപടി കിട്ടിയിരിക്കുന്നത് ഈ ഡോണ ഗുമോറയ്ക്കും അവളുടെ അമ്മയുടെയും പേരിലാണ്. അങ്ങനെ ഇത് തുടങ്ങുവാനായിട്ട് അനുവാദം നൽകിക്കൊണ്ട് റോമിൽ നിന്നുള്ള കത്തുകൾ അവർക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അവിടെ ആവിലായിൽ കുറേ സ്ഥലം മേടിക്കാനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുവാനായിട്ട് അവളുടെ സഹോദരി ജോവന്നയെ ഏൽപ്പിച്ചു. അവളുടെ സഹോദരനായിട്ടുള്ള ലോറൻസിയോയിൽ നിന്നും നല്ലൊരു തുക അവൾ വാങ്ങിക്കുകയുണ്ടായി. അങ്ങനെ ആ തുകയെല്ലാം സമാഹരിച്ച് അവർ ആവില പട്ടണത്തിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് പ്രധാന നിരത്തിനോട് ചേർന്നിട്ട് ഒരു 2 നില കെട്ടിടം വാങ്ങിച്ചു. അവിടെ അതിൻ്റെ കോൺവെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുവാനായിട്ട് അവളുടെ സഹോദരി ജുവന്ന തന്നെ അതിനെല്ലാം നേതൃത്വം കൊടുത്തു. അതായത് ഇൻകാർണേഷൻ കോൺവെൻറ്റിൽ നിന്നും ഒരു 15 മിനിറ്റ് ദൂരം നടന്നാലെത്തുന്ന ആ സ്ഥലത്ത് ആദ്യമായിട്ട് അങ്ങനെ സെൻറ്റ് ജോസഫിൻ്റെ പേരിൽ ഒരു പൂർവികരുടെ അതേ ചൈതന്യത്തിൽ, അവരുടെ ആ നിയമാവലിയിലൊന്നും വിട്ടുവീഴ്ചയില്ലാതെ ഒരു പുതിയ കോൺവെൻറ്റ്, ഒരു മഠം സ്ഥാപിക്കുവാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവരങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് വഴികളൊന്നും കാണില്ല പക്ഷേ തമ്പുരാന് മുന്നിൽ ഒത്തിരിയേറെ വഴികളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും, വഴികളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ദൈവ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിൻ്റെ വഴിയിലൂടെ നമ്മൾ നടത്തും.
ദൈവത്തിൻ്റെ മുന്നിൽ ഒത്തിരിയേറെ വഴികൾ തുറന്നു കിടപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ദൈവേഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തമ്പുരാൻ തന്നെ നയിച്ചുകൊള്ളും. തമ്പുരാൻ അതിന് വേണ്ടതെല്ലാം നമുക്ക് നൽകും. ആ ഒരു പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.